ഹായ് കൂട്ടുകാരെ, ഷൈലാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കാലത്ത് പച്ചക്കറിക്ക് ഭയങ്കര വിലയാണല്ലോ. അങ്ങനെ ഇരിക്കുന്ന ഈ സമയത്ത് ഇന്നലെ ഞാനൊരു 60 രൂപയുടെ ഒരു പച്ചക്കറി കിറ്റ് മേടിച്ചു. അത് വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്തിരുന്നു. ഇന്ന് രാവിലെ നോക്കിയപ്പോൾ ഇത് കണ്ട ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാനുള്ള ഒരു സദ്യ തന്നെ ഇവിടെ ഉണ്ടാക്കാൻ പോവാണ്. ആദ്യമേ തന്നെ ഞാനിത് പരിചയപ്പെടുത്താം. എന്താണ് ഇതെന്താണ്? ഇത് ഇഞ്ചിക്കറി വെക്കാനുള്ളത് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ഇത് കടുക് മാങ്ങ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെന്താണ്? ഇത് പച്ചടി വെക്കാൻ വേണ്ടിയിട്ട്, അതായത് വെള്ളരിക്ക പച്ചടി ആ കിറ്റിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. പിന്നെ ഇത് അതിനകത്തുണ്ടായ വെണ്ടക്ക, അത് മെഴുക്ക് പുരട്ടി വെക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിനകത്തുണ്ടായ കാബേജ്, അത് തോരൻ വെക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിനകത്തുനിന്ന്, അതായത് സാമ്പാറിനുള്ളത് വേറെ മാറ്റി നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. സാമ്പാർ റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ഇത് ആ സാമ്പാർ അരിഞ്ഞ കൂട്ടത്തിൽ നിന്ന് തന്നെ നീളത്തിലുള്ള പീസാക്കി എടുക്കാം. അവിയലിനുള്ള സംഭവങ്ങള് ഇത് അതിനകത്തുണ്ടായിരുന്ന മത്തങ്ങ, പയറും കൂടെ നമ്മുടെ ഭാഷയിൽ പറയുന്ന എരിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇതൊരു സദ്യ തന്നെ ആക്കി കളയാം. അപ്പൊ ഇതിപ്പോ വൻ പരിപാടിയായിപ്പോയത്. 60 രൂപയുടെ പച്ചക്കറി കിറ്റുണ്ട്. 60 രൂപയുടെ പച്ചക്കറി കിറ്റ് കൊണ്ടുള്ള പരിപാടിയാണ്. ആർക്കെങ്കിലും സാധിക്കുമോ? എല്ലാവരും ഒരു സാമ്പാർ ഉണ്ടാക്കിയിട്ട് ബാക്കി കൊണ്ടുപോയി കളയും. അല്ല, സാധാരണ എല്ലാവരും അങ്ങനെ ചെയ്യുന്നത്. എല്ലാവരും 150 രൂപയുടെ പച്ചക്കറി കിറ്റ് മേടിക്കും. പക്ഷെ ഇത് വെറൈറ്റിയാണ്. 150 രൂപയുടെ പച്ചക്കറി കിറ്റ് മേടിച്ചിട്ട് ആദ്യം കൊണ്ടുവരുമ്പോ ചെയ്യുന്ന കുറച്ച് സാധനം കൊണ്ട് ചെയ്തിട്ട് ബാക്കിയുള്ള കൊണ്ട് അങ്ങനെ വേസ്റ്റ് ആയിട്ട് കളയും. നമ്മളങ്ങനെ വേസ്റ്റ് ആക്കി കളയണ പരിപാടി. അപ്പൊ നമുക്ക് ഇന്നൊരു ഓണസദ്യ പോലെയല്ലേ പരിപാടി. ഇതിന്റെ കൂട്ടത്തില് നമ്മുടെ സാമ്പാറിന്റെ ഐറ്റംസ് റെഡിയാക്കി വെച്ചിരിക്കണം. അത് റെഡിയാക്കി വെച്ചിരിക്കണം. അതൊന്നും കാണണ്ടേ? പിന്നെ ഞാനൊരു കാര്യം കൂടി പറഞ്ഞുതരാം സുഹൃത്തുക്കളെ. അതായത് ഈ പച്ചക്കറി ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇതെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ സദ്യ ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ, അത് മതി. സാമ്പാറിന്റെ കൂട്ടം കൂടെ നമുക്ക് കണ്ടേക്കാം. ഇത് കണ്ട കൂട്ടുകാരെ, ഇത് സാമ്പാറിനുള്ള ഐറ്റംസ് എല്ലാം കുക്കറിലിട്ട് വേവിച്ച് വെച്ചിരിക്കുവാണേ. അത്രയും പീസ് ഉണ്ടായിരുന്നു. 60 രൂപയുടെ പച്ചക്കറി കിറ്റ്. 60 രൂപയുടെ ഒരു പച്ചക്കറി കിറ്റ് മേടിച്ചാണേ. അപ്പൊ ഇനിയിപ്പൊ നമുക്ക് ഇതിന്റെ കൂട്ടത്തില് പുളിശ്ശേരി വരും, പച്ചമോര് വരും. അതൊക്കെ വേറെ നമ്മുടെ വീട്ടിലുണ്ടാക്കിയത്. പിന്നെ പായസം ഉണ്ട്, അതിന്റെ കാര്യം പറയാം. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അത് ഈ കൂട്ടത്തിൽ ഒരു ചെറിയൊരു പായസം കൂടി ഉണ്ടാക്കുന്നുണ്ട്. അത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് നമുക്ക് കാണിക്കാം കേട്ടോ. ഓക്കെ, അങ്ങനെ കൂട്ടുകാരെ, നമ്മൾ 60 രൂപയുടെ പച്ചക്കറി കൊണ്ട് ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കി. ഇത് ഇഞ്ചിക്കറി, പിന്നെ ഇത് മാങ്ങാക്കറി, കടുക് മാങ്ങ, പച്ചടി, വെള്ളരിക്ക പച്ചടി, വെണ്ടക്ക മെഴുക്ക് പുരട്ടി, തോരൻ, കാബേജ് തോരൻ, അവിയല്, പിന്നെ എരിശ്ശേരി. വൻപയറും മത്തങ്ങയും കൂടി ഇട്ട എരിശ്ശേരി. വൻപയർ നമ്മുടെ വീട്ടിലെ പച്ചക്കറിയിൽ നിന്നുണ്ടായത് മത്തങ്ങ. അത് ശരി. പിന്നെ സാമ്പാർ ഇനിയും ബാക്കി ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ പുളിശ്ശേരി, പിന്നെ പച്ചമോര്, ഇത് പപ്പടം, നമ്മുടെ വീട്ടിലുണ്ടാക്കിയ പപ്പടം. ഇത് പപ്പടം.